ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ CBSE +2 ബോർഡ് എക്സാമിൻ്റെ എക്സാം ഡേറ്റ് വന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ, അല്ലെങ്കിൽ ഇനി നാളേക്ക് നമ്മൾ മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് മുതൽ തന്നെ മക്കൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും ഓരോ ചാപ്റ്റേഴ്സ് വീതം പഠിക്കാനായിട്ട് തുടങ്ങണം. അപ്പോൾ ഇനി നമ്മൾ അതിൽ മടിയൊന്നും പിടിച്ചിരിക്കരുത്, കാരണം നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സും കുറച്ചധികം സബ്ജക്റ്റുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. സോ കറക്റ്റായിട്ട് ഇന്ന് മുതൽ തന്നെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒരു നല്ല ടൈം ഷെഡ്യൂളൊക്കെ വെച്ച് നന്നായിരുന്ന ഓരോ ചാപ്റ്റേഴ്സും പഠിച്ചു തുടങ്ങാം. കാരണം അല്ലെങ്കിൽ അവസാനം നമുക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കറിയാം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് February 15-നാണ്. അപ്പോൾ February 15-ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് നമ്മളുടെ എക്സാം വരുന്നത്. അതേപോലെ തന്നെ February 21-ന് നമ്മളുടെ ഫിസിക്സ് ആണ് എക്സാം വരുന്നത്. അതുപോലെ February 27-ന് കെമിസ്ട്രി ആണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സാമിൻ്റെ ഡേറ്റുകൾ നോക്കുമ്പോൾ തന്നെ എന്തുണ്ട്, ഇതിൻ്റെ ഇടയിലായിട്ട് കുറച്ച് ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചൊക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ ഒരു ഗ്യാപ്പിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം പിന്നെ ഫെബ്രുവരിയിൽ എക്സാമുകൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാർച്ചിലാണ് എക്സാം ഉള്ളത്. അപ്പോൾ March 8-നാണ് എക്സാം വരുന്നത്. അത് നമ്മളുടെ മാത്സ് ആണ് എക്സാം വരുന്നത്. അതുപോലെ തന്നെ March 11-നാണ് അടുത്ത എക്സാം വരുന്നത്. അത് ഇംഗ്ലീഷ് ആണ്. ദെൻ അതിനുശേഷം March 15-ന് ഹിന്ദിയാണ് എക്സാം വരുന്നത്. ദെൻ March 25-ന് ബയോളജിയാണ് എക്സാം. പിന്നെ March 29-ന് നമ്മളുടെ എക്സാമുകൾ എല്ലാം അവസാനിക്കുകയാണ്. അപ്പോൾ March 29-ന് കമ്പ്യൂട്ടർ സയൻസും ആണ് എക്സാം ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം എങ്ങനെയാണ് ഓരോ എക്സാമുകളുടെയും ഇടയിലുള്ള ദിവസങ്ങൾ എത്രത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട്, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇന്ന് മുതൽ തന്നെ ഒട്ടും മടി കൂടാതെ എല്ലാവരും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങാം, പഠിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മളുടെ എക്സാമിൻ്റെ ടൈം വരുന്നത് 10:30 AM to 1:30 PM ആണ്. അപ്പോൾ അത് രാവിലെ മുതൽ ഉച്ച വരെയാണ് നമ്മളുടെ എക്സാമിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ടിരുന്ന എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്കുകൾ തന്നെ ഉണ്ടാവട്ടെ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.